എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആർദ്ര. ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞു. ഇനി 3-ാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. ഇനി വരാനിരിക്കുന്ന 3-ാം ഘട്ട പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകൾക്കും പ്രയോജനപ്രദമാകുന്ന ഒന്നാണ് ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളിലെ കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചോദ്യപേപ്പറുകൾ. അപ്പൊ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ PSCയുടെ ഒരു പുതിയ രീതി മനസ്സിലാക്കാനും ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. മലയാളം ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പഴയകാല ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു രീതി PSCക്കുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി 1ഉം 2ഉം ഘട്ട പരീക്ഷകളുടെ മലയാള ചോദ്യങ്ങളുടെ വിശകലനമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചലഞ്ചർ ആപ്പിന്റെ ഈ ഒരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാം ഘട്ട പരീക്ഷയെ വിലയിരുത്തുന്ന സമയത്ത് പതിവായിട്ട് PSC ചോദിച്ചു കാണുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിലായിരുന്നില്ല. കുറച്ചുകൂടെ ഉയർന്ന ഒരു നിലവാരത്തിലുള്ള ചോദ്യമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു 6-7 മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു 9-ഓ 10-ഓ ഒക്കെ തന്നെയും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് PSCയിൽ നിന്ന് പ്രതീക്ഷിക്കാറുള്ളത്. പക്ഷേ ഡിഗ്രി പ്രിലിമിനറി 1-ാം ഘട്ട പരീക്ഷയിൽ അത് ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ആ ചോദ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ ചോദ്യം മക്കത്തായം പിരിച്ചെഴുതുക എന്നുള്ളതായിരുന്നു. മക്കത്തായം പിരിച്ചെഴുതുക. ഓപ്ഷൻസ്: മകൾ അധികം തായം, മക്കൾ അധികം തായം, മക്ക തായം, മക്കൾ അധികം തായം എന്നുള്ളതാണ്. തായം എന്ന് പറയുന്ന പദം സാധാരണഗതിയിൽ മക്കത്തായം എന്ന് പറയുന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ മക്കൾ അധികം തായം എന്നുള്ളതാണ് വരുന്നത്. നമുക്ക് അതിന്റെ ഒരു അർത്ഥം പരിശോധിച്ച് നോക്കുമ്പോൾ മക്കത്തായം എന്ന് പറഞ്ഞ മക്കത്തായ സമ്പ്രദായം, മരുമക്കത്തായ സമ്പ്രദായം. തായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദായം എന്ന് പറയുന്ന പദവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദായം ദായം എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശം, ഓഹരി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. മക്കൾക്ക് അവകാശം ഉണ്ടായിരുന്ന കാലം, അതുപോലെ തന്നെ മരുമക്കൾക്ക് അവകാശം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു അർത്ഥത്തിലാണ് മക്കത്തായം, മരുമക്കത്തായം, ദായം, ദായക്രമം എന്ന് നമ്മൾ പറയത്തില്ലേ, ഏത് അവകാശത്തിന്റെ ഒരു വഴി എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ അതാണ് മക്കത്തായം. അപ്പൊ മക്കൾ അധികം തായമാണ് മക്കത്തായമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് എന്താണ് താവഴി. താവഴി എന്താണ്? താവഴി, താവഴിയായി കിട്ടിയതാണ്. തായ് അധികം വഴിയാണ് താവഴി. തായ് അധികം വഴി, തായ് അധികം വഴിയാണ് താവഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വായ് അധികം മൊഴിയാണ് വാമൊഴി. അതുപോലെ തന്നെ താഴ് അധികം കോലാണ് താക്കോൽ. ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ പായ് അധികം കപ്പലാണ് എന്ത്? പാക്കപ്പൽ, പാക്കപ്പൽ. ഓക്കെ, അപ്പൊ ഇതുപോലെ വരുന്നൊരു പദമാണ് മക്കൾ അധികം തായമാണ് മക്കത്തായമായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് തായ് അധികം വഴി താവഴി, വായ് അധികം മൊഴി വാമൊഴി, താഴ് അധികം കോൽ താക്കോൽ, പായ് അധികം കപ്പൽ, അതുപോലെ തന്നെ പാക്കപ്പൽ. അതുപോലെ തന്നെ കടല് അധികം പുറമാണ് എന്താണ്? കടപ്പുറമായിട്ട് മാറുന്നല്ലേ. കടപ്പുറം, കടല് അധികം പുറമാണ് കടപ്പുറമായിട്ട് മാറുന്നത്. കടല് അധികം പുറമാണ് എന്താണ്? കടപ്പുറമായിട്ട് മാറുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചേർത്തെഴുതിയ രൂപങ്ങൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ചുവടെ കാണുന്ന പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളിൽ ശരിയായവ തെരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. പുല്ലിംഗ സ്ത്രീലിംഗ രൂപങ്ങളാണ്. കവി, കവിയത്രി എന്നുള്ളതാണ്. വിദ്വാൻ, വിദ്യത്തി, പ്രഭു, പ്രഭി, തരുണൻ, തരുണി. നമുക്ക് PSCയിൽ സാധാരണഗതിയിൽ വർഷങ്ങളായിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കവി എന്ന് പറയുന്നത് കവയിത്രിയാണ് കേട്ടോ. കവയിത്രി, കവയിത്രി. അതുപോലെ തന്നെ വിദ്വാൻ, വിദ്വാൻ വിദുഷി, വിദ്വാൻ വിദുഷി. പ്രഭു, പ്രഭു എന്ന് പറയുന്നത് ശരിയാണ്. തരുണൻ, തരുണി എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ ഇവിടെ 3ഉം 4ഉം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 3ഉം 4ഉം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. പേര് എന്ന പദത്തിന്റെ പര്യായമായി വരാത്തത്. ഓപ്ഷൻ എ നാമാങ്കം, അഭിധാനം, നാമധേയം, ആഖ്യ. അഭിധാനം,
നാമധേയം, ആഖ്യ ഇതെല്ലാം തന്നെ പേരിന്റെ പര്യായങ്ങളാണ്. ആഖ്യയുടെ കൂടെ തന്നെ പഠിക്കേണ്ട ഒന്നാണ് ആഖ്യാതം എന്ന് പറയുന്നത്. ആഖ്യാതം. ആഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ്. ആഖ്യ. ആഖ്യാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ആഖ്യ ചെയ്യുന്നത് എന്തോ അതാണ് ആഖ്യാതം എന്നുള്ള അർത്ഥത്തിലാണ് ആഖ്യ, ആഖ്യാതം എന്ന് പറയുന്ന പദങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നാമധേയം പേരാണ്, അഭിധാനം പേരാണ്, അഭിധാനം പേരാണ്. ഇനി നാമാങ്കം. നാമാങ്കം അല്ലെങ്കിൽ നാമാങ്കജം. നാമാങ്കജം എന്ന് പറയുന്നത് നമ്മുടെ വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ്. അതായത് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമാങ്കജം എന്ന് പറയുന്നത്. ചാടിയ തവള. തവള എന്ന് പറയുന്ന നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ നാമാങ്കജം എന്ന് പറയുന്നത്. അപ്പൊ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നാമാങ്കജം. അതിനെയാണ് നമ്മൾ നാമാങ്കജം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പേരിന്റെ ഒരു പര്യായമല്ല, പേരിന്റെ പര്യായമല്ല. അപ്പോ അഭിധാനം, നാമധേയം, ആഖ്യ ഇവയെല്ലാം പേരിന്റെ പര്യായമാണ്. ഇപ്പൊ നാമാങ്കം എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നാമം അതിലുള്ളത് കൊണ്ട് പേരാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരും. അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാലോ. ആമ്പൽ എന്ന പദത്തിന്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. ആമ്പൽ എന്ന് പറയുന്ന പദത്തിന്റെ സമാനാർത്ഥമുള്ള ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ കൈരവം, കുവലയം, ബി കുമുദം, അക്ഷീപം, സി കീരം, കുവലയം, ഡി അംബുജം, പികം. ഇതിൽ കൈരവവും കുവലയവും എന്താണ്? ആമ്പലിന്റെ പര്യായങ്ങൾ തന്നെയാണ്. അതുകൂടാതെ കുമുദവും ആമ്പലിന്റെ പര്യായമാണ്. കുമുദവും ആമ്പലിന്റെ പര്യായമാണ്. അപ്പൊ കൈരവം, കുവലയം, കുമുദം ഇതെല്ലാം ആമ്പലിന്റെ പര്യായം തന്നെയാണ്. അക്ഷീപം എന്ന് പറയുന്നത് ഉപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഉപ്പ്. അക്ഷീപം ഉപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിനു മുമ്പും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സാമുദ്രം. സാമുദ്രം, അക്ഷീപം. സാമുദ്രവും ഉപ്പ് തന്നെയാണ് കേട്ടോ. സാമുദ്രവും ഉപ്പ് തന്നെയാണ്, അക്ഷീപവും ഉപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ കീരം. എന്താണ് കീരം? കീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്ത എന്നാണ് അർത്ഥം. തത്ത. കീരം തത്തയാണ്. തത്തയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? തത്ത എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങൾ ശാരിക, പൈങ്കിളി, അതുപോലെ തന്നെ ശുകം എന്നിവയൊക്കെ തത്തയുടെ പര്യായങ്ങളാണ്. ശാരിക, അതുപോലെ തന്നെ പൈങ്കിളി, ശുകം എന്നിവയൊക്കെ തത്തയുടെ പര്യായങ്ങളാണ്. അതുപോലെ തന്നെ കുവലയം നമ്മുടെ ആമ്പൽ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അംബുജം എന്താണ്? അംബുജം താമരയാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് താമരയുടെ മറ്റു പര്യായങ്ങൾ? അംബുജം, താമര. താമരയുടെ പര്യായങ്ങൾ പത്മം, അതുപോലെ തന്നെ കമലം, അതുപോലെ തന്നെ വാരിജം. വാരി എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. വാരിജം എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്ന് ജനിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ അമ്പു എന്ന് പറഞ്ഞാലും ജലം എന്ന് തന്നെയാണ് അർത്ഥം. അംബുജം എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്ന് ജനിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ അരവിന്ദം, നളിനം, സരോജം ഇവയൊക്കെ തന്നെ എന്താണ്? താമര എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. വാരിജം എന്ന് പറയുന്നത് താമരയാണെങ്കിൽ വാരിതം എന്താണ്? വാരിതം എന്ന് പറയുന്നത് മേഘമാണ്. മേഘം. വാരിയെ ദാനം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ജലത്തെ ദാനം ചെയ്യുന്നത്. വാരിതം, മേഘം എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ ഇനി പികം എന്താണ്? പികം എന്ന് പറഞ്ഞാൽ കുയിൽ എന്നാണ് അല്ലെ. കുയിൽ. പികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുയിൽ എന്നാണ് അർത്ഥം. എന്തൊക്കെയാണ് വേറെ കുയിലിന്റെ പര്യായങ്ങൾ? പികം, കുയിൽ. അതുപോലെ തന്നെ പരഭൃതം, കുയിൽ. അതുപോലെ തന്നെ കോകിലം, പരഭൃതം, പികം ഇവയൊക്കെ കുയിലിന്റെ പര്യായങ്ങളാണ്. പരനാൽ വളർത്തപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ് പരഭൃതം. പരനാൽ വളർത്തപ്പെട്ട, അന്യൊരാളാൽ വളർത്തപ്പെട്ട എന്നുള്ള അർത്ഥത്തിലാണ് പരഭൃതം എന്ന് പറയുന്ന ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോ കൈരവം, കുവലയം, കുമുദം എന്നിവയൊക്കെ ആമ്പലിന്റെ പര്യായങ്ങളാണ്. അതുപോലെ തന്നെ അക്ഷീപം, സാമുദ്രം എന്നിവ ഉപ്പിന്റെ പര്യായങ്ങളാണ്. കീരം തത്തയാണ്. അതുപോലെ തന്നെ ശാരിക, പൈങ്കിളി, ശുകം എന്നിവയൊക്കെ തത്തയുടെ പര്യായങ്ങളാണ്. അതുപോലെ തന്നെ
പികം എന്ന് പറഞ്ഞാൽ കുയിലാണ്, പരഭൃതം, കോകിലം എന്നിവയൊക്കെ കുയിലിന്റെ പര്യായങ്ങളാണ്. ഇവയൊന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം ഏതായിരുന്നു? നമ്മുടെ താഴെ പറയുന്ന ജോഡികളിൽ തെറ്റായവ തെരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം. നെന്മണി പിരിച്ചെഴുതുന്ന രൂപങ്ങളാണ്. നെന്മണി നെൽ അധികം മണി, വിണ്ടലം വിണ അധികം തലം, വിദ്യുത് ശക്തി വിദ്യുത് അധികം ശക്തി, വാഗ്ദാനം വാഗ് അധികം ദാനം. ഇതിനകത്ത് നെല്ല് അധികം മണി തന്നെയാണ് നെൽമണി. വിണ്ടലം എന്ന് പറയുന്നത് വിൺ അധികം തലമാണ്. വിൺ അധികം തലമാണ് വിണ്ടലമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. വാഗ്ദാനം എന്ന് പറയുന്നത് വാക്ക് അധികം ദാനമാണ്. വാക്ക് അധികം ദാനമാണ് വാഗ്ദാനമായിട്ട് മാറുന്നത്. വാക്ക് അധികം ദാനമാണ് വാഗ്ദാനമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ വാങ്മയം, വാങ്മയം എപ്പോ എന്താണ്? വാക്ക് അധികം മയമാണ് വാങ്മയം. ഓക്കെ, വാക്ക് അധികം മയമാണ് വാങ്മയം. അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരിയാണ്. അപ്പൊ തെറ്റായവ തിരഞ്ഞെടുത്ത് എഴുതുക. ശ്രദ്ധിക്കുക, തെറ്റായവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 2ഉം 4ഉം തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്. 2ഉം 4ഉം തെറ്റാണ്. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഏതായിരുന്നു? അടുത്ത ചോദ്യം, ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ചുവടെ കാണുന്ന ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. വിഗ്രഹ രൂപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൃഢപ്രതീക്ഷ, ദൃഢമായ പ്രതീക്ഷ. കഥാരൂപം, കഥയുടെ രൂപം. ദീപ്തഭാവം, ദീപ്തമാർന്ന ഭാവം. ലളിത നൃത്തം, ലളിതയുടെ നൃത്തം. ഇതും കുറച്ച് എളുപ്പം ഉള്ള ഒരു ചോദ്യമായിരുന്നു. എന്താണ്? ദീപ്തഭാവം, ദീപ്തമായ ഭാവം അല്ലേ? ആയ ആണ് വരുന്നത്. ദീപ്തമായ ഭാവമാണ് ദീപ്തഭാവം. അതുപോലെ തന്നെ ലളിത നൃത്തം, ലളിതയുടെ നൃത്തം എന്നാണോ? അല്ല, ലളിതമായ നൃത്തം, ലളിതമായ നൃത്തമാണ് ലളിത നൃത്തം. അപ്പൊ ഇവിടെ 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദീപ്തഭാവം, ദീപ്തമായ ഭാവം. ലളിത നൃത്തം, ലളിതമായ നൃത്തം. അടുത്ത ചോദ്യം ഏതായിരുന്നു? അടുത്ത ചോദ്യം പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. He came to me and assured me to repay his debit within a week. ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അവൻ എൻ്റെ അടുത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം എന്ന് എനിക്ക് ഉറപ്പ് തന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, അവൻ വന്ന് എന്നോട് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകി. സി, അവൻ വന്ന് ഒരാഴ്ചക്കകം കടം വീട്ടാം എന്ന് വാക്ക് തന്നു. ഡി, അവൻ വന്ന് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കടം വീട്ടാമെന്ന് എനിക്ക് ഉറപ്പ് തന്നു. ഇവിടെ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് പദങ്ങളുടെ പരിഭാഷ വരുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്, ഓപ്ഷൻ എ ആണ്. അതായത് ഹി കെയിം ടു മീ, അവൻ എൻ്റെ അടുത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ ആൻഡ് അഷ്യൂർഡ് മീ ടു റീപേ ഹിസ് ഡെബിറ്റ് വിത്തിൻ എ വീക്ക്, അവന്റെ കടം തിരിച്ചടയ്ക്കാം. റീപേ ഹിസ് ഡെബിറ്റ് എന്നുള്ളതാണ് എന്ന് എനിക്ക് ഉറപ്പ് തന്നു. ഇവിടെ എല്ലാ ഇംഗ്ലീഷ് പദങ്ങളും അതുപോലെ തന്നെ മലയാളീകരിച്ച് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വരുന്ന സമയത്ത് അവൻ വന്ന് എന്നോട് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ കടം തിരിച്ചടയ്ക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകി എന്നുള്ളതാണ്. പക്ഷെ ഹി കെയിം ടു മീ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എൻ്റെ അടുത്ത് വന്ന് എന്നുള്ള ഒരു അർത്ഥം അവിടെയുണ്ട്. പക്ഷെ ഇവിടെ അത് വരുന്നില്ല. അവൻ വന്ന് എന്നോട് ഒരാഴ്ചക്കുള്ളിൽ എന്നുള്ളതാണ് പറയുന്നത്. അവൻ എവിടെ വന്നു? അവൻ എൻ്റെ അടുത്ത് വന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ മിസ്സാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോ അവൻ വന്ന് ഒരാഴ്ചക്കകം കടം വീട്ടാമെന്ന് വാക്ക് തന്നു. അവൻ എവിടെ വന്ന്? അവൻ എൻ്റെ അടുത്ത് വന്ന്, പിന്നെ എന്നോട് എന്താണ് അവന്റെ കടം വീട്ടാം എന്നുള്ളതൊന്നും അവിടെ കാണിച്ചിട്ടില്ല. അവൻ എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവന്റെ കടം എന്നുള്ളതാണ്. പക്ഷെ മീനിങ് എടുക്കുന്ന സമയത്ത്, നമ്മൾ അർത്ഥം എടുക്കുന്ന സമയത്ത് എന്താ, ഇത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അവൻ വന്ന് ഒരാഴ്ചക്കകം കടം വീട്ടാമെന്ന് എനിക്ക് വാക്ക് തന്നു. പക്ഷെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റെ അടുത്ത് വന്ന്, ഹി കെയിം ടു മീ ആൻഡ് അഷ്യൂർഡ് മീ, എന്താണ്, എനിക്ക് വാക്ക് തന്നു. എന്താണ്? ടു റീപേ ഹിസ് ഡെബിറ്റ്, അവന്റെ കടം വീട്ടാമെന്ന് എനിക്ക് ഉറപ്പ് തന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കൂടുതൽ സാധ്യതയുള്ള ഉത്തരം എന്ന് കാണാം. ഓക്കെ, അടുത്ത ചോദ്യം ഏതായിരുന്നു? അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോ വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാജനം, ബി രാജതം,
രജാതം, രൈജതം. ഈ ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിത് ക്യാൻസൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. രാജനം, രജാതം, രൈജതം ഇതൊന്നും വെള്ളി കൊണ്ടുള്ള എന്നുള്ള അർത്ഥത്തിലല്ല. വെള്ളി കൊണ്ടുള്ള എന്നർത്ഥം വരുന്ന പദം എന്ന് പറയുന്നത് രാജതം. പക്ഷെ ഒരൊറ്റ പദമൊന്നല്ല. രാജതം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം വെള്ളി കൊണ്ടുള്ള എന്നുള്ളതാണ്. അപ്പം രാജതം, രാജതം. രജതം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് വെള്ളി എന്ന് തന്നെയാണ്. രജതം വെള്ളി തന്നെയാണ്. രജത ജൂബിലി എന്ന് നമ്മൾ പറയാറുണ്ട്. സിൽവർ ജൂബിലി എന്ന് പറയാറുണ്ട്. എന്താണ്? 25ാമത്തെ വാർഷികത്തിനെയാണ് രജത ജൂബിലി എന്ന് പറയാറുള്ളത്. അപ്പം രാജതമാണ് കൂടുതലായിട്ട് വരാനുള്ള അർത്ഥം. പക്ഷെ അത് ഒറ്റപ്പദമാണെന്നല്ല. രാജതം എന്ന് പറയുന്ന പദത്തിന് അർത്ഥം എന്ന് പറയുന്നത് വെള്ളി കൊണ്ടുള്ള എന്നുള്ള അർത്ഥമാണ്. കൂടുതൽ ഇത് ക്യാൻസൽ ആവാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, പതിവ്രത എന്ന അർത്ഥം വരുന്ന ശരിയായ രൂപം ഏത്? പതിവ്രത എന്ന അർത്ഥത്തിന്റെ സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അർത്ഥം വരുന്ന പദമാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാധി, സാധി, സാധ്വി, സ്വാധി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? പതിവ്രത എന്നർത്ഥം വരുന്ന പദം എന്ന് പറയുന്നത് സാധ്വി എന്ന് പറയുന്ന ഒരു പദമാണ്. സാധ്വി, സാധ്വി. പതിവ്രത, സാധ്വി. സാധു, സാധു, സാധു എന്ന് പറയുന്ന പദത്തിന്റെ എതിർലിംഗമായിട്ട് സാധ്വി പറയാറുണ്ട്. സാധ്വി, സാധ്വി. ഓക്കെ, അപ്പം സാധ്വി എന്ന് പറയുന്നത് പതിവ്രതയാണ്. പതിവ്രത, പതിവ്രത. അടുത്ത ചോദ്യം, ഒന്നാമത്തെ ഘട്ടത്തിലെ അവസാനത്തെ ചോദ്യമാണ്. ഏറ്റവും ശരിയായിട്ടുള്ള വാക്യം ഏത് എന്നുള്ളതാണ്. വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ നയവ്യതിയാനം വരുത്തി. ബി, തോട്ടണ്ടി ഇറക്കുമതി നയത്തിന്റെ കാര്യത്തിൽ നയവ്യതിയാനം വരുത്തി. സി, തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ നയമാറ്റം വരുത്തി. ഡി, തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. ഇത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതല്ല. ഇറക്കുമതി നയത്തിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നയവ്യതിയാനം എന്നോ അല്ലെങ്കിൽ വീണ്ടും നയവ്യതിയാനം, നയമാറ്റം എന്നൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. തോട്ടണ്ടി ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്തി. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയാം. അപ്പം ഒന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങൾ ഇത്രയായിരുന്നു. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. രണ്ടാം സ്റ്റേജ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയിലെ മലയാള ചോദ്യങ്ങളെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഇപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും, ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കി പോവാം. നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷയിലെ മലയാള ചോദ്യങ്ങളാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷയിലെ മലയാള ചോദ്യങ്ങളാണ്. ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു രണ്ടാം ഘട്ടത്തിലും ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ഘട്ടത്തിലും അതുപോലെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ഒന്ന് കുഴപ്പിക്കുന്ന തരത്തിലായിരുന്നെങ്കിലും ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു 15 സെക്കൻഡ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത് ചോദ്യങ്ങളായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, അലംഘനീയം എന്ന ഒറ്റപ്പദത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. ലംഘിക്കാനാകാത്ത, ലംഘിക്കാവുന്ന, ലംഘിച്ചിരിക്കേണ്ട, ലംഘിക്കപ്പെട്ട. അലംഘനീയം, ലംഘിക്കാനാകാത്ത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്രതീക്ഷിതം, പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത, പ്രതീക്ഷിക്കാനാകാത്ത എന്നുള്ളതാണ്. അനർഹം, അർഹതയില്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അപ്രതീക്ഷിതം, അനർഹം, അലംഘനീയം, ലംഘിക്കാനാകാത്ത എന്നുള്ള അർത്ഥമാണ് അലംഘനീയം. ഇതും വളരെ ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, കൂട്ടത്തിൽ പെടാത്ത ചൊല്ലേത്? പഴഞ്ചൊല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഴഞ്ചൊല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട തർജിമ ചോദ്യങ്ങളോ അതുപോലെ തന്നെ പഴഞ്ചൊൽ ചോദ്യങ്ങളോ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ രണ്ടിൽ അത് ഉണ്ടായിരുന്നു. ഓപ്ഷൻ എ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. ഇതും അധ്വാനത്തെ സംബന്ധിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ആഴത്തിൽ ഉഴുതാൽ പത്തായം നിറയും. അതും അധ്വാനത്തെ സംബന്ധിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ഇനി മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട. മുതലക്കുഞ്ഞിനെ, അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, അത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരും എന്നുള്ള അർത്ഥമാണ്. അവിടെ അധ്വാനമല്ല. പരിശ്രമശാലിക്ക് പർവ്വതവും ഒരു കളിമൺകട്ട എന്ന് പറയുന്നതും അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം സി, മുതലക്കുഞ്ഞിനെ നീന്തൽ പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പഴഞ്ചൊല്ലെന്ന് പറയാം. ബാക്കിയെല്ലാം അധ്വാനത്തെ സംബന്ധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ കൃഷിയെ സംബന്ധിക്കുന്നത്, കാർഷിക വൃത്തിയെ സംബന്ധിക്കുന്നത്, ഓണത്തെ സംബന്ധിക്കുന്നതൊക്കെ, കഠിനാധ്വാനത്തെ സംബന്ധിക്കുന്നത് എന്നിവയൊക്കെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, നീരദം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏത് എന്നുള്ളതാണ്.
വെള്ള നിറമുള്ളത്, വെള്ളമില്ലാത്തത്, വെള്ളി, മേഘം. അപ്പൊ നീരദം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വാരിദം എന്ന് പറയുന്നത് എന്താണ്? വാരി എന്ന് പറഞ്ഞാൽ ജലം എന്നുള്ളതാണ് അർത്ഥം. ദം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നത്. അപ്പൊ വാരിയെ ദാനം ചെയ്യുന്നത്, ജലത്തിനെ ദാനം ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിൽ മേഘം എന്ന് പറയുന്ന പര്യായം തന്നെ, അല്ലെങ്കിൽ മേഘം എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് വാരിദം എന്ന് പറയുന്ന പദത്തിലുള്ളത്. ഈ നീരദം എന്ന് പറയുന്ന പദവും അതുപോലെ തന്നെയാണ്. നീരദം, നീരദം എന്ന് പറഞ്ഞാൽ നീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം എന്നുള്ള അർത്ഥമാണ്. ജലത്തിനെ ദാനം ചെയ്യുന്നതും അതും മേഘം എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് വരുന്നത്. മേഘം എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പൊ വാരിദം, നീരദം ഇതൊക്കെ മേഘത്തിന്റെ പര്യായങ്ങളാണ്. അപ്പൊ മേഘം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഏറ്റവും ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. വാക്യശുദ്ധിയാണ്. ഓപ്ഷൻ എ, ഒരു ദശാബ്ദമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം. ബി, ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം. സി, ഒരു ദശാബ്ദ കാലമായി തുടർന്നു പോരുന്ന ഈ സമ്പ്രദായം. ഡി, ഒരു ദശാബ്ദമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്പ്രദായം. ഇതില് ഒരു ദശാബ്ദമായി തുടരുന്ന ഈ സമ്പ്രദായം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള എന്താ പറയാ ആൻസർ എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഒരു ദശാബ്ദമായി തുടർന്നു പോരുന്ന, ഒരു കാലത്തെ തുടർന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് തുടർന്നു പോരുന്ന, അല്ലെങ്കിൽ തുടർന്ന് എന്താണ് കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന, തുടർന്ന് കൊണ്ടിരിക്കുന്ന, തുടർന്ന് പോരുന്ന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. തുടരുന്ന, ഒരു ദശാബ്ദ കാലമായി തുടരുന്ന സമ്പ്രദായം എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഓക്കെ, ഒരു ദശാബ്ദമായി തുടരുന്ന സമ്പ്രദായം. ഇവിടെ ഒരു ദശാബ്ദ കാലമായി എന്നുള്ളത് ഉപയോഗിക്കേണ്ട. ദശാബ്ദമായി, അബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം എന്നുള്ളതാണ് അർത്ഥം. ദശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. 10 വർഷമായി തുടരുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ദശാബ്ദമായി തുടരുന്ന, തുടർന്നു പോരുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നും വേണ്ട, തുടരുന്ന സമ്പ്രദായം. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഇതുപോലെ പരിഭാഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. യുവർ പ്രസൻസ് ഈസ് റിക്വസ്റ്റഡ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഉചിതമായ പരിഭാഷ. ഓപ്ഷൻ എ, വാർഷിക പൊതുയോഗത്തിൽ നിങ്ങളുടെ സാന്നിധ്യം അഭ്യർത്ഥിക്കപ്പെടുന്നു. അഭ്യർത്ഥിക്കപ്പെടുന്നു എന്നുള്ളത് ഒന്നിച്ചാണേ, അഭ്യർത്ഥിക്കപ്പെടുന്നു. ബി, നിങ്ങളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിന് അപേക്ഷിക്കപ്പെടുന്നു. സി, താങ്കളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിന് ആവശ്യപ്പെട്ടുകൊള്ളുന്നു. ഓപ്ഷൻ ഡി, വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെ റിക്വസ്റ്റഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ് വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ വാർഷിക പൊതുയോഗത്തിൽ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സാന്നിധ്യം വാർഷിക പൊതുയോഗത്തിന്, താങ്കളുടെ സാന്നിധ്യം എന്ന് പറയുന്ന ആ ഒരു യുവർ പ്രസൻസ് ഈസ് എന്ന് പറയുന്ന ഒരു സംഭവം കൃത്യമായിട്ട് അവിടെ വന്നിട്ടുള്ളത്. റിക്വസ്റ്റഡ് എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് അഭ്യർത്ഥിക്കപ്പെടുക, അതുപോലെ തന്നെ അപേക്ഷിക്കപ്പെടുക, ആവശ്യപ്പെട്ടുകൊള്ളുക എന്നൊക്കെ ഉള്ളത് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു രീതിയാണ്. അങ്ങനെ ഒരു പ്രയോഗം ഇല്ല. ഒന്നുകിൽ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. അഭ്യർത്ഥിക്കപ്പെടുന്നു, അപേക്ഷിക്കപ്പെടുന്നു, ആവശ്യപ്പെട്ടു കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം സാധാരണഗതിയിൽ ഇല്ല. പിന്നെ റിക്വസ്റ്റഡ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു തർജ്ജിമയായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനുള്ള കാരണം അഭ്യർത്ഥിക്കപ്പെടുക, അപേക്ഷിക്കപ്പെടുക, ആവശ്യപ്പെട്ടുകൊള്ളുക എന്നൊക്കെ പറയുന്നത് പ്രയോഗത്തിൽ ഇല്ലാത്തതാണ്. അങ്ങനെ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. റിക്വസ്റ്റഡ് എന്ന് പറയുന്ന ശരിയായ തർജ്ജിമ, റിക്വസ്റ്റഡ് എന്ന് പറയുന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള തർജ്ജിമ എന്ന് പറയുന്നത് അഭ്യർത്ഥിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ അത്തരത്തിൽ അപേക്ഷിക്കപ്പെടുന്നു, അഭ്യർത്ഥിക്കപ്പെടുന്നു എന്ന് പറയുന്ന പ്രയോഗങ്ങൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഇല്ലാത്തതുകൊണ്ടും വാർഷിക പൊതുയോഗത്തിന് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതായിരിക്കും ഉചിതമായിട്ടുള്ള ഒരു തർജ്ജിമയായിട്ട് കാണാൻ പറ്റുന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇതും എതിർലിംഗ ജോഡികളാണ്. വിദ്വാൻ, വിദ്വാനി, ലേഖകൻ, ലേഖകി, വഞ്ചകൻ, വഞ്ചകി, യശസ്വി, യശസ്വിനി. വിദ്വാൻ, വിദുഷി എന്നുള്ളത് നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ്. വിദ്വാൻ, വിദുഷി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വിദ്വാന്റെ സ്ത്രീലിംഗ രൂപം. ലേഖകൻ, ലേഖിക.
ലേഖകൻ എന്ന് പറയുന്ന രൂപത്തിന്റെ ശരിയായിട്ടുള്ള സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത് ലേഖികയാണ്, ലേഖിക. വഞ്ചകൻ, വഞ്ചകി ശരിയാണ്. യശസ്വി, യശസ്വിനി ശരിയായിട്ടുള്ള രൂപമാണ്. അപ്പൊ ഇവിടെ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള രൂപങ്ങൾ. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള രൂപങ്ങൾ. ഇനി അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്ത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മുടെ ബഹുവചന രൂപവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. വൈദ്യർ, ഭാഗവതർ, അധ്യാപകർ, ജ്യോത്സ്യർ. ഈ വൈദ്യർ, ഭാഗവതർ, അധ്യാപകർ, ജ്യോത്സ്യർ എന്നുള്ളതിലെ വൈദ്യർ, ഭാഗവതർ, ജ്യോത്സ്യർ എന്നിവ 3 എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. പൂജക ബഹുവചനമാണ്. അധ്യാപകർ എന്ന് പറയുന്നത് ബഹുവചന രൂപമാണ്. അധ്യാപകർ എന്ന് പറയുന്നത് അലിംഗ ബഹുവചന രൂപമാണ്. എന്താണ് അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നമുക്ക് സ്ത്രീ ആണെന്നോ പുരുഷനാണെന്നോ നപുംസകമാണെന്നോ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അധ്യാപകർ എന്ന് പറയുമ്പോൾ അധ്യാപികമാരുണ്ടായിരിക്കാം, അധ്യാപകന്മാരുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ അത് തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് അലിംഗ ബഹുവചനമാണ് അത് വരുന്നത്. ബാക്കി അല്ലെങ്കിൽ ബഹുവചന രൂപമാണ് അത് വരുന്നത്. വൈദ്യർ, ഭാഗവതർ, ജ്യോത്സ്യർ എന്നൊക്കെ പറയുന്നത് പൂജക ബഹുവചനമാണ്. കൂടാതെ തന്നെ സ്വാമികൾ, അവർകൾ, നിങ്ങൾ, താങ്കൾ എന്നിവയൊക്കെ തന്നെ എന്താണ് പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ആഖ്യാന ഭേദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ആഖ്യാന ഭേദം വിഗ്രഹം രൂപത്തിൽ എഴുതാനാണ്. ആഖ്യാനവും ഭേദവും, ആഖ്യാനത്തിന്റെ ഭേദം, ആഖ്യാനമാകുന്ന ഭേദം, ആഖ്യാനത്തിന്റെ അഭേദം. ആഖ്യാനത്തിന്റെ ഭേദം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആഖ്യാനവും ഭേദവുമല്ല, ആഖ്യാനമാകുന്ന ഭേദമല്ല, ആഖ്യാനത്തിന്റെ അഭേദമല്ല, ആഖ്യാനത്തിന്റെ ഭേദത്തിനെയാണ് നമ്മൾ എന്താ പറയാ ആഖ്യാന ഭേദം എന്ന് പറയുന്നത്. ആഖ്യാനം എന്ന് പറഞ്ഞാൽ ആഖ്യാനം ചെയ്യുക, അവതരിപ്പിക്കുക, പറയുക എന്നുള്ളതാണ്. ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വ്യത്യാസം, ആഖ്യാനത്തിന്റെ വ്യത്യാസം, അവതരിപ്പിക്കുന്നതിലുള്ള വ്യത്യാസം, ആഖ്യാനത്തിന്റെ ഭേദം, ആഖ്യാന ഭേദം. അടുത്ത ചോദ്യം നോക്കാം. അമ്പ് എന്ന വാക്കിന്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദം. അമ്പ് എന്ന് പറയുന്ന വാക്കിന്റെ സമാനാർത്ഥം ഉൾക്കൊള്ളാത്ത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വിശിഖം, ബി പത്രി, സി ആശുകം, ഡി തുണീരം. നമുക്ക് സാധാരണയായിട്ട് അമ്പ്, വില്ല്, ആവനാഴി ഈ 3 പദങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അവ തമ്മിൽ നമുക്ക് തിരിഞ്ഞു പോകാറുണ്ട്. അമ്പ്, വില്ല്, ആവനാഴി. അമ്പ് ഇട്ട് വെച്ചിരിക്കുന്ന എന്താണ് ഇട്ട് വെച്ചിരിക്കുന്ന രൂപത്തിനെയാണ് നമ്മൾ ആവനാഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിനെ അല്ലെങ്കിൽ ആ വസ്തുവിനെയാണ് നമ്മൾ ആവനാഴി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പര്യായങ്ങളും തമ്മിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം വിശിഖം, പത്രി, ആശുകം ഇത് 3ഉം എന്ന് പറയുന്നത് അമ്പിന്റെ പര്യായങ്ങളാണ്. അമ്പ് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ് വിശിഖം, പത്രി, അതുപോലെ തന്നെ ആശുകം. ഇത് കൂടാതെ തന്നെ ശരം എന്ന് പറയുന്ന പദം, സായകം എന്ന് പറയുന്ന പദം ഇതെല്ലാം തന്നെ അമ്പിന്റെ പര്യായങ്ങളാണ്. ഇനി തുണീരം എന്ന് പറയുന്നത് ആവനാഴി എന്നുള്ള അർത്ഥത്തിലാണ്. ആവനാഴി, തുണീരം, ആവനാഴി. ഇനി വില്ല് എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ധനുസ്, അതുപോലെ തന്നെ കോദണ്ഡം, കാർമുകം, അതുപോലെ തന്നെ ചാപം തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ തന്നെ വില്ല് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്, അല്ലെങ്കിൽ പകരം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അപ്പൊ വിശിഖം, പത്രി, ആശുകം, ശരം, സായകം ഇവയൊക്കെ അമ്പ് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായങ്ങളാണ്. പത്രി എന്ന് പറയുന്നതും അമ്പ് എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പത്രമാണ് എന്താ ഇല, അതുപോലെ തന്നെ നമ്മുടെ വർത്തമാന പത്രം, ന്യൂസ് പേപ്പർ, രണ്ടും പത്രം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പത്രം, ഇല, പത്രി, അമ്പ് എന്ന് പറയുന്ന അർത്ഥമുണ്ട്. പത്രി എന്ന് പറയുന്ന പദത്തിന് സാന്ദർഭികമായിട്ട് പക്ഷി, അതുപോലെ തന്നെ ഇല, ഓല എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും ഉണ്ട്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മരത്തെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? മരത്തെ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നുള്ളതാണ്. മരം അധികം എ, മര അധികം തേ, മരം അധികം തേ, മര അധികം എ. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ വ്യാകരണ ഭാഗത്തിൽ തന്നെ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു ചേർത്തെഴുന്ന രൂപമാണ് നമ്മുടെ ഈ ഒരു രൂപം എന്ന് പറയുന്നത്. മരം അധികം എ എന്നുള്ളതാണ്
മരം അധികം എ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. മരം അധികം എ ആണ് മരത്തെ എന്ന് പറയുന്ന രൂപമായിട്ട് മാറുന്നത്. മൂന്നാം ഘട്ട ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ എഴുതുന്നവർക്കും അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന PSC പരീക്ഷകളൊക്കെ സമീപിക്കുന്നവർക്ക് ഈ ഒരു 1ഉം 2ഉം ഘട്ട ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകളുടെ മലയാള ചോദ്യ വിശകലനം സഹായകമാകുമെന്ന് കരുതുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ. നമ്മുടെ ചലഞ്ചർ ആപ്പ് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ വളരെ സൗജന്യമായിട്ട് തികച്ചും സൗജന്യമായിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LDCയുടെ ലോങ് ബാച്ച്, ഡിഗ്രി മെയിൻ പരീക്ഷകളുടെ പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ, ഇവയൊക്കെ തന്നെയും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇപ്പോഴും സജീവമാണ്. അപ്പോൾ ഒരു ജോലി എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ചലഞ്ചർ ആപ്പിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാനും കൂടുതൽ കോഴ്സിന്റെ വിവരങ്ങൾ അറിയാനും സാധിക്കും. അപ്പോൾ വരാനിരിക്കുന്ന 3ാം ഘട്ട പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും ഏറ്റവും മികച്ച രീതിയിൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു യൂട്യൂബ് ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.